യമനിൽ കർണി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഉവൈസുൽ കർണി എന്ന് പറയുന്ന ഒരു സാത്വികനായ നല്ല ഒരു വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ വരാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ ഉവൈസിനെ കാണുന്നുണ്ട്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഉവൈസിനെ നമ്മൾ ഒരിക്കലും സ്വഹാബികളുടെ കൂട്ടത്തിലല്ല എണ്ണാറുള്ളത്, താബീങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ പേര് പരാമർശിക്കപ്പെടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സഹവസിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ കൊടുക്കുന്ന മറ്റൊരു സംഭവം, ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സുകളിൽ സ്ഥിരമായി പങ്കെടുത്തു. അദ്ദേഹം കാത്തിബുൽ വഹിയായി, വഹിയെഴുത്തുകാരനായി. സൂറത്തുൽ ബഖറയും ആലിമ്രാനും ആ മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷേ നസ്വാറ മതത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് പറയാൻ തുടങ്ങി, ഞാൻ എഴുതി കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രവാചകൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനെതിരെ ശക്തമായ വിമർശനങ്ങൾ അദ്ദേഹം തൊടുത്തുവിട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഷർറ്, തിന്മ കൂടിയ സമയത്ത് റസൂലുള്ളാഹി ആ മനുഷ്യനെ എതിരെ പ്രാർത്ഥിക്കേണ്ടി വന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ മനുഷ്യൻ മരണപ്പെട്ടു. നസാറാക്കൾ അവരുടെ മതത്തിൻ്റെ ചടങ്ങുകൾ അനുസരിച്ച് ആ മനുഷ്യൻ അവർ മറമാടി. പിറ്റേ ദിവസം നോക്കുമ്പോൾ മയ്യത്ത് ഖബർ പുറന്തള്ളിയിരിക്കുകയാണ്. നസാറാക്കൾ പറഞ്ഞു, ഇത് പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും പണിയായിരിക്കും. ഒന്നുകൂടി കുഴി കുഴിച്ച് ആഴത്തിൽ ആ മനുഷ്യനെ വീണ്ടും അവർ മറമാടി. പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും മയ്യത്ത് പുറത്താണ്. അവർ വീണ്ടും പറഞ്ഞു, ഇത് പ്രവാചകൻ്റെയും സ്വഹാബികളുടെയും ഏർപ്പാടായിരിക്കും. മൂന്നാമതും അവർ ഖബറെടുത്ത് വീണ്ടും കുഴിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും മയ്യത്ത് പുറന്തള്ളിയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി, ഇത് പ്രവാചകൻ്റെയോ സ്വഹാബത്തിൻ്റെയോ പണിയല്ല, മറ്റെന്തോ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവസാനം പാറകൾ കൂട്ടിയിട്ട ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി ആ മനുഷ്യൻ്റെ ശരീരം അവർ വലിച്ചെറിഞ്ഞു എന്നാണ്. ആ മനുഷ്യനെ നമുക്ക് സ്വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുമോ? ഇല്ല. പ്രവാചകനെ കണ്ട ആളാണ്, വിശ്വസിച്ച ആളാണ്. പക്ഷെ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായി ആരാണ് സ്വഹാബികളെന്ന് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഈ കാര്യം പഠിച്ചാൽ ഇനി ആര് നമ്മുടെ സ്വഹാബികൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി മറുപടി കൊടുക്കാൻ കഴിയും. അവർ പറഞ്ഞത്, മൻ ലഖിയൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനം ബിഹി വമാത അലൽ ഇസ്ലാം. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വാസപൂർവം കണ്ടുമുട്ടിയത്, സഹവസിച്ചത്. കാണുക എന്ന് പറഞ്ഞാൽ തൻ്റെ നേത്രങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒട്ടേറെ സ്വഹാബികളുണ്ട്. അപ്പോൾ വിശ്വാസപൂർവം പ്രവാചകനുമായി സഹവസിച്ച ആളുകൾ, ആ വിശ്വാസപൂർവം മരണപ്പെട്ട ആളുകൾ, ഇവർക്കാണ് യഥാർത്ഥത്തിൽ സ്വഹാബികളെന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രവാചകനെ കണ്ടുമുട്ടണം, അഥവാ സഹവസിക്കണം, വിശ്വാസമുണ്ടാകണം, ആ വിശ്വാസത്തോടുകൂടി മരിക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഇത് രണ്ടും കിട്ടിയ വ്യക്തിയായിരുന്നു നജ്ജാശി രാജാവ്. ഇസ്ലാം കിട്ടി, ഇസ്ലാമോട് കൂടി മരണപ്പെട്ടു.
ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ ആരുമില്ല എന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറഞ്ഞ മയ്യത്ത് വരെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നുണ്ടായില്ല. ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സഹവസിക്കാനുള്ള ഭാഗ്യം നജ്ജാശിക്ക് കിട്ടിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും റളിയല്ലാഹു അൻഹു എന്ന് പറയാറില്ല. അപ്പോൾ സഹോദരങ്ങളെ, സ്വഹാബികൾ ആരാണ് എന്നതിന് കൃത്യമായ ഉത്തരം നമ്മൾ മനസ്സിലാക്കി. ഇനി ആ സ്വഹാബത്തിന് ദീനുള്ള ശ്രേഷ്ഠത എന്താണ്? ഒരു സ്വഹാബിയും നിസ്സാരക്കാരനല്ല എന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിനധികം ഏതെങ്കിലും ഒരു സ്വഹാബിയെക്കുറിച്ച് നമ്മൾ ഒരു മോശമായ ചിന്ത വെച്ചു പുലർത്തിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അവർ സിന്ദീഖുകളാണ് അഥവാ നിരീശ്വരവാദികളാണ് എന്നാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പിഴച്ച കക്ഷികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമെല്ലാം ഒരുപാട് തെറ്റായ ധാരണകൾ സമൂഹത്തിൽ വെച്ചു പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബികളെ സംബന്ധിച്ച് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഒരു പണ്ഡിതനോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞത്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണോ അതല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ രോമത്തിൽ പറ്റിപ്പിടിച്ച ഒരു മണൽത്തരിയുടെ ഒരു പൊടിയുടെ ശ്രേഷ്ഠത പോലും ആർക്കില്ല? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിക്കില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയെ താഴ്ത്തി കാണിച്ചതല്ല, മറിച്ച് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളെക്കാൾ ഉത്കൃഷ്ടരാണ്, ശ്രേഷ്ഠരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാണ്. ഇതിനധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. അവിടെയാണ് സ്വഹാബികൾ നമുക്ക് രണ്ട് തലങ്ങളാക്കി പ്രധാനമായും തിരിക്കാം. 12ഓളം വരുന്ന മർത്തബകളിൽ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ സ്വഹാബികളെ എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. ബദറിൽ പങ്കെടുത്തവർ, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചവർ, അതേപോലെ തന്നെ ബൈഅത്തുർ റിളവാനിൽ പങ്കെടുത്തവർ, മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചവർ, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തവർ തുടങ്ങി 12ഓളം കാറ്റഗറികളായി സ്വഹാബികളെ തിരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു, വസ്വാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് മുന്നേ ഗമിച്ചവനെന്നാണ്. ആരാണ് അത്? മുഹാജിറുകളാണ്, അൻസ്വാറുകളാണ്. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നും പറയുന്നുണ്ട്. ഇതേവരെ നിങ്ങളിലേക്ക് എത്തിച്ചേരാത്ത മനുഷ്യരുണ്ട്, ഇനി വരാനുള്ള ആളുകൾ. മുഹാജിറല്ല അൻസ്വാറുമല്ലാത്തൊരു സ്വഹാബിയായിരുന്നു മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പേർഷ്യക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ആകാശത്ത് സുറയ്യ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ സുറയ്യ നക്ഷത്രത്തിൻ്റെ അരികിലാണ് ഈമാൻ ഉള്ളതെങ്കിലും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അത് അവിടെ ചെന്ന് തേടിപ്പിടിച്ചു കൊണ്ടുവരുമെന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മുഹാജിറല്ല, അൻസ്വാറല്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഇവരെല്ലാം അവകാശവാദം ഉന്നയിക്കും. സൽമാനും ഇന്ന എന്നവർ പറയും, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അൻസാറുകൾ പറയും, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സൽമാൻ എൻ്റെ അഹ്ലു ബൈത്തിൽ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം അങ്ങനെ പല രംഗങ്ങളിൽ, പല ചിത്രങ്ങളിലാണ് നമ്മൾ സ്വഹാബത്തികളെ കാണുന്നത്. ഇവിടെ പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു. ആരാണ് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ? ഈ ദീനിനു വേണ്ടി സ്വന്തം നാട് വിട്ട് പോകേണ്ടി വന്ന ഒരു പറ്റം പട്ടിണിപ്പാവങ്ങൾ. എത്രത്തോളം മുഹാജിറുടെ ത്യാഗം തന്നെ നമ്മൾ പറഞ്ഞാൽ തീരാത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റ, ഇതെല്ലാം ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകം പരാമർശമുള്ള വിഷയങ്ങളാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഹിജ്റ പോകുന്നത് എന്ന് ചോദിച്ചാൽ, തൻ്റെ കൈക്കുഞ്ഞിനെ കയ്യിലേന്തിയിട്ട് ഒറ്റക്ക് പോവുകയാണ്. 400 കിലോമീറ്ററിലധികം വരുന്ന
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഒറ്റക്കാണ്. ആ മഹദി വിളിച്ചു പറയുന്നുണ്ട്, വമാ മഈ അഹദും മിൻ ഖൽഖില്ല, അള്ളാഹുവിൻ്റെ പടപ്പുകൾപ്പെട്ട ഒരാളും എൻ്റെ കൂടെയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ മഹദി യാത്ര ചെയ്യുന്നത്. ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബം എത്രത്തോളം വരുന്ന ത്യാഗങ്ങൾ സഹിച്ചു. അബൂബക്കർ റളിയല്ലാഹു വീട് വിട്ട് ഇറങ്ങിയപ്പോൾ ആ വീട്ടിലേക്ക് അബൂ ഖുഹാഫ കടന്നു വരികയാണ്. ആ വീട്ടിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുണ്ട്. 2 മക്കളാണ്. ഇവരോട് വന്നിട്ട് ചോദിക്കുന്നത്, നിന്റെ ഉപ്പ എവിടെ പോയി, അബൂബക്കർ എവിടെ പോയി എന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. മുഖത്തേക്ക് കൈ കൊണ്ടടിക്കുന്നു, കാതിലെ ചിറ്റ് തെറിച്ചു പോകുന്നു. എന്നിട്ട് ചോദിക്കണം, അബൂബക്കർ നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള, നിങ്ങൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണോ പോയിട്ടുള്ളത് എന്നാണ്. എന്താ വീടിൻ്റെ അവസ്ഥ എന്നറിയോ? മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ചരിത്രം ഒരു പേര് വിളിച്ചു, ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടയുള്ളവൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വേണ്ടി മഹദി ഭക്ഷണം പാകം ചെയ്ത് ആ ഭക്ഷണത്തിൻ്റെ പൊതി കെട്ടാൻ വേണ്ടി വീട്ടിൽ നോക്കുമ്പോൾ ഒരു കയറിൻ്റെ കഷ്ണം പോലും വീട്ടിൽ കാണുന്നില്ല. അവസാനം തൻ്റെ അരപ്പട്ട 2 കഷ്ണങ്ങളാക്കി ഒരു ഭാഗം കൊണ്ട് അരയിൽ കെട്ടുകയും അതിൻ്റെ മറുഭാഗം കൊണ്ട് ഭക്ഷണത്തിൻ്റെ പൊതി കെട്ടുകയും ചെയ്ത് യാത്രയയക്കിയ മഹദിയാണ് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന വളരെ ക്രൂരനായ ആ ഭരണാധികാരി ആ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും ആക്ഷേപിച്ച് പരിഹാസവിധേനെ പേര് വിളിക്കാറുണ്ട്, 2 അരപ്പട്ടയുള്ളവരുടെ മകനെ എന്ന്. ഇത് അസ്മാ റളിയല്ലാഹു അൻഹയുടെ കാതുകളിൽ എത്തുന്നുണ്ട്. ഹജ്ജാജുമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്ന സമയത്ത് കണ്ണ് കാണാത്ത ഉമ്മ, 100 വയസ്സിനപ്പുറം പ്രായത്തിൽ ജീവിച്ച മഹദിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആ മഹദി തന്നെ വലിയൊരു പ്രസ്ഥാനമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ മഹദിയുടെ ഈമാനും വിശുദ്ധിയും എത്രത്തോളം. ഇറാഖിൽ നിന്ന് ഒരിക്കൽ മുന്തിർ എന്ന് പറയുന്ന മകൻ ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ വസ്ത്രം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉമ്മ പരിശോധിക്കാൻ, എന്നിട്ട് മകനോട് പറയാണ്, ഉഫിൻ റുദ്ദു അലൈഹി കിസ്വത്തുഹു, മോനെ ഈ വസ്ത്രം മടക്കി കൊണ്ടുപോയിക്കോ, ഉമ്മാക്ക് ആവശ്യമില്ല എന്നാണ്. ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ എന്താണ് കുഴപ്പം? ഉമ്മ പറയാണ്, മോനെ ഈ വസ്ത്രം നേരിയതാണ്, കട്ടിയില്ലാത്തതാണ്, ഇത് ഞാൻ ശരീരത്തിലിട്ടാൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകൻ പറയാണ്, ഉമ്മ ഇത് കട്ടി കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ ഉമ്മ ധരിച്ചാൽ ഉമ്മയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്തേക്ക് കാണില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, മോനെ കട്ടിയില്ലാത്ത ധരിച്ചു കഴിഞ്ഞാൽ, നേരിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തോട് ഒട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഉമ്മാക്കിത് വേണ്ട എന്ന് പറയുന്നത് 100 വയസ്സ് പിന്നിട്ട അസ്മാ റളിയല്ലാഹു അൻഹയാണ്. ആ മഹദിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ മകനെ പരിശോധിക്കാൻ പടച്ചട്ട ധരിച്ചിട്ടുണ്ട്, പടയങ്കി ധരിച്ചിട്ടുണ്ട്. ആ സമയത്ത് മോനോട് ചോദിക്കണം, മോനെ വീരു, യുദ്ധത്തിന് പോകുമ്പോൾ എന്തിനാ നീ പടച്ചട്ട ധരിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയണം, ഉമ്മ ഹജ്ജാജുമായിട്ടാണ് യുദ്ധം, ഹജ്ജാജുമായിട്ടാണ് യുദ്ധം. അവൻ്റെ കയ്യിൽ എന്നെ കിട്ടിയാൽ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അവൻ മുറിച്ചെടുക്കും, അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടച്ചട്ട ധരിച്ചത് എന്ന് പറയുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കണം, എന്താണെന്ന് അറിയാം, മോനെ ആടിനറുക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ആടിനെ അറുത്തിട്ട് അതിൻ്റെ കുറുകും അതിൻ്റെ മാംസങ്ങളുമെല്ലാം വെട്ടിമാറ്റുന്ന നീ കണ്ടിട്ടില്ലേ? അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആടിന് പിന്നെ എന്ത് വേദനയാണ് എന്ന് ചോദിച്ചിട്ട് ആ പടച്ചട്ട ഇവിടെ ഊരി വെച്ചിട്ട് പോകൂ എന്നാണ് 100 വയസ്സ് പിന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹജ്ജാജ് ആളെ വിട്ടു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊന്ന് അദ്ദേഹത്തിൻ്റെ തല കഴുമരത്തിൽ നാട്ടിയിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി, വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഹജ്ജാജ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മകനെ കൊന്നിതാ കഴുമരത്തിൽ തല നാട്ടിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഹജ്ജാജ് വിളിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ പറയാണ്, ഞാൻ ഹജ്ജാജിൻ്റെ വിളിക്കുത്തരം നൽകാനുള്ളവളല്ല, എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ.
നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ ആളെ വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ധീരതയോടുകൂടി സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ്റെ അവസ്ഥ ഇതാണെന്നൊക്കെ പറയുമ്പോൾ പറയാണ്, എൻ്റെ മകൻ്റെ വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല. ഒരു ആടിനറുത്തതിൻ്റെ കൈകാലുകൾ വെട്ടിമുറിച്ചു മാറ്റിയിട്ടാൽ ആടിനൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം ധീരതയോടുകൂടി സംസാരിക്കുന്ന ദാത്തുന്നി താക്കൈൻ എന്ന് അറിയപ്പെടുന്ന മഹതിയായ അസ്മാ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഹിജ്റയിലെ ഓരോ രംഗങ്ങൾ, അതിലോരോ വ്യക്തികൾ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ വലിയ മാതൃകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമക്കാരനല്ല, മക്കക്കാരൻ തന്നെയാണ്. ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെ റോമിലേക്ക് ആളുകൾ തട്ടിക്കൊണ്ടുപോയതാണ്. കൊള്ളസംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി. കുറച്ച് പ്രായം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. മക്കയിലെ വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥനായി അദ്ദേഹം മാറി. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ നിൽക്കുന്ന വേളയിൽ ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അവർ പറഞ്ഞു, സുഹൈബ്, താങ്കൾ ഒന്നുമില്ലാത്തവനായി മക്കയിലേക്ക് വന്ന ആളാണ്, അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് താങ്കളെ പോകാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹിജ്റയെ അവർ തടുക്കുകയാണ്. വീട് ബഹിഷ്കരിച്ച് ഉപരോധിച്ച് അവരങ്ങനെ തടുക്കുന്ന സമയത്ത് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. മലമൂത്ര വിസർജനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് പോകും. അപ്പോഴും കാവൽക്കാരാണ് പിന്നാലെ. അദ്ദേഹം വീണ്ടും കയറി വരും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വേണം എന്ന് പറയും. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഖുറൈശികൾ പരസ്പരം അടക്കം പറഞ്ഞു, ഇതിൽ ആത്തയുടെയോ ഉസ്സയുടെയോ കുരുത്തക്കേട് പറ്റിയിട്ട് വയറിനെന്തോ സംഭവിച്ചതാണ്, ഇനി സുഹൈബ് പോയി വരട്ടെ എന്നാണ്. അദ്ദേഹം പിറകിലേക്ക് നോക്കുമ്പോൾ ആരുമില്ല. ആ കിട്ടിയ താക്കത്തിന് അദ്ദേഹം വേഗം മദീനയിലേക്കുള്ള വഴിയിൽ യാത്ര തിരിച്ചു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വരുന്നത് ഇവരിങ്ങനെ കാത്തിരിക്കാൻ. അവസാനം അദ്ദേഹത്തിൻ്റെ വരവ് കാണാതെയായപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സുഹൈബിൻ്റെ തന്ത്രമായിരുന്നു എന്ന്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പോകാനിടയുള്ള വഴികളിലൂടെ അവർ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവരെത്തി. അദ്ദേഹത്തിൻ്റെ യാത്ര തടുത്തു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു എന്താ ഇതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ അമ്പുകളും അവരുടെ മുന്നിൽ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ അമ്പുകൾ ഞാൻ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. അതല്ല, എൻ്റെ സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മക്കയിലെ ഇന്നെന്ന ശേഖരിച്ചു വെച്ച വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ, ശേഖരണ കേന്ദ്രങ്ങളിൽ എൻ്റെ സമ്പത്തുണ്ട്, അത് നിങ്ങൾക്കെടുക്കാം. എന്നെയാണ് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഈ അമ്പുകൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ അവർ വെറുതെ വിടുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അവർ കൈക്കലാക്കുകയും ചെയ്തു. വ്യക്തമായി പറഞ്ഞാൽ മക്കയിലെ കോടീശ്വരൻ പിന്നീട് മദീനയിലേക്ക് എത്തുന്നത് ചില്ലിക്കാശിന് വകയില്ലാത്ത ഉടുത്ത വസ്ത്രവുമായി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, റബിഹ സുഹൈബ് ലാഭമുള്ള കച്ചവടമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങൾ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ അമർലാത്തില്ല. മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ അമർലാത്തില്ല. അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തെ വരെ വിൽക്കുന്ന ആളുകളുണ്ട് എന്നാണ്. അത്രത്തോളം അദ്ദേഹം ദീനിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ, സഹിക്കാൻ അദ്ദേഹം തയ്യാറായി. അൻസാറുകളുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിന്നാണ്. തന്നിലേക്ക് വന്നവരെ അവരങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. വീടൊരുക്കി, കൂടൊരുക്കി, അവർ കാത്തിരുന്ന് അവർക്ക് വേണ്ടി എല്ലാം വീതം വെച്ച് ആ രൂപത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബത്തിന് ഇത്രത്തോളം ശ്രേഷ്ഠതയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞെന്തറിയോ? അന്നുജൂമു അമനത്തുൽ സമാ, നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള രക്ഷാകവചമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്, ആ നക്ഷത്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി. വഅന അമനത്തുൽ അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള രക്ഷാകവചമാണ്. ഫഇദാ ദഹബതു, ഞാനിതാ പോയി കഴിഞ്ഞാൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പരീക്ഷണങ്ങളും ഫിത്നകളും കടന്നു വരുന്നതാണ്. വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്തതാ എൻ്റെ ഉമ്മത്തിനുള്ള രക്ഷാകവചമാണ്.
ഫഇദാ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബത്തിതാ തീർന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഫിത്നകളും പരീക്ഷണങ്ങളും കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ രക്ഷാകവചമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? സ്വഹാബികളെക്കുറിച്ചാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്ന, ആരെങ്കിലും ഏതെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുകയാണെങ്കിൽ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, മരണപ്പെട്ട ആളുകളുടെ ചര്യ നിങ്ങൾ സ്വീകരിക്കുക. അതാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളാണ്. തീർച്ചയായും ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ ഫിത്നയെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് നിർഭയരല്ല. അതുകൊണ്ട് മരണപ്പെട്ട ആളുകളുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. അബർറഹാ ഖുലൂബ, അവരേറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാണ്. വഅമകഹാ ഇൽമ, ആഴമേറിയ വിജ്ഞാനമുള്ളവരാണ്. വഅകല്ലഹാ തകല്ലുഫ, അവർ ജാടകളില്ലാത്തവരാണ്, പുറംപോച്ചുകളില്ലാത്ത ആളുകളാണ്. ഖൗമുൻ യഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനെ നിലനിർത്തുവാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് സ്വഹാബികൾ എന്നാണ്. സ്വഹാബികൾ തന്നെ എന്നാണ് അവരുടെ ശ്രേഷ്ഠത. ഒന്ന്, അവരേറ്റവും നല്ല ഹൃദയത്തിൻ്റെ നൈർമല്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു. അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല. അവർക്ക് ഏറ്റവും വലിയ വികാരം അള്ളാഹു അവൻ്റെ റസൂൽ മാത്രമാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടാൽ അതിൻ്റെ മുന്നിൽ അവർ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ജീവിതത്തിൽ എങ്ങനെയാണോ പ്രവാചകനെ ഉൾക്കൊള്ളേണ്ടത്, പിൻപറ്റേണ്ടത്, സ്നേഹിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത്, അതുപോലെ അവർ മാതൃകയാക്കും. മഹാനായ അബൂ റൈഹാൻ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഞങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി പോകാൻ. ആ രാത്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങേയറ്റം തണുപ്പുള്ളൊരു രാത്രി. അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ, ഒരു മല മുകളിൽ ഞങ്ങൾ കയറി. അപ്പോൾ ആളുകളെ ഞാൻ നോക്കുമ്പോൾ ഫറഅയ്തു ബഅ്ളുഹും യഹ്ഫിറു ഫിൽ ഹർലി ഹുഫ്ര, ചില ആളുകൾ ഇങ്ങനെ കുഴിയെടുത്തിട്ട് അതിലിറങ്ങി നിൽക്കുകയാണ്, തണുപ്പ് അടിക്കാൻ കഴിയാതെ, തണുത്ത കാറ്റടിച്ച് നേരെ നിൽക്കാൻ കഴിയാതെ അവരാ കുന്നിൻ്റെ മുകളിൽ കുഴിയെടുത്ത് അതിലവരിറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ തുർസ് കൊണ്ട്, പരിച കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം അവരിങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് ഞാൻ കാണുകയാണെന്ന് അബൂ റൈഹാൻ അൻസാരി റളിയല്ലാഹു അൻഹു പറയാൻ. എന്നിട്ട് എന്താ പറയണമെന്ന് അറിയോ? ഈ മലമുകളിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, ആരാണ് ഈ രാത്രി കാവൽ നിൽക്കുക? ഇത്രയും കൊടിയ തണുപ്പിൽ നിൽക്കാൻ കഴിയാതെ കുഴിയെടുത്ത് അതിലിറങ്ങി നിൽക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആരാണ് കാവൽ നിൽക്കുക? അപ്പോൾ ചരിത്രത്തിൽ പേര് പറയപ്പെടാത്ത ഒരു അൻസ്വാരിയായ സ്വഹാബി പറയാം, റസൂൽ ഞാൻ കാവൽ നിൽക്കാം. അദ്ദേഹം കാവൽ നിൽക്കാൻ, അദ്ദേഹം വിറകൊള്ളാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു. അപ്പോൾ അബൂ റൈഹാൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാം, റസൂലേ ഞാൻ അടുത്തൊരാളാണ് കാവൽ നിൽക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കാവൽ നിൽക്കാൻ മുന്നിലേക്ക് വന്നു. അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ അദ്ദേഹം പറയാണ്, ഒന്നാമത്തെ വ്യക്തിക്ക് കിട്ടിയ പ്രാർത്ഥനയേക്കാൾ കുറവായിരുന്നു എനിക്ക് കിട്ടിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും അത് ഏത് സാഹചര്യമാണെങ്കിലും അത് ജീവിതത്തിലേക്ക് പുലർത്തണമെന്ന് ചിന്തിച്ചവർ. അതാണ് മദീനത്തെ പള്ളി. ആ മദീനത്തെ പള്ളിയിൽ അതിൻ്റെ പുറകു ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കൂനുള്ളൊരു സ്വഹാബിയാണ്. കറുത്ത തൊലിപ്പുറാണ്, ചുരുണ്ട മുടിയാണ്, തടിച്ച ചുണ്ടുകളാണ്. ഇങ്ങനെ ഒരു സ്വഹാബിയുണ്ട്, ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മദീനത്തെ പള്ളി തന്നെയാണ്. റസൂലുള്ളാഹി ഒരിക്കൽ ചോദിക്കുകയാണ്, ജുലൈബീബ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? അദ്ദേഹം ചോദിച്ചു, റസൂലേ എനിക്ക് ആരാ പെണ്ണ് തരാം? ആരാ എനിക്ക് നല്ലൊരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് തരാം? എൻ്റെ രൂപം കണ്ടില്ലേ, വീടില്ല, തറവാടിത്തമില്ല, സൗന്ദര്യമില്ല, എനിക്കാര് പെണ്ണ് തരും? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ആ പ്രദേശത്ത് പോയി ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ നിനക്ക് അവിടെ വിവാഹം കഴിപ്പിച്ചിരുന്നാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് നടന്നു ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് അവരോട് തിരിച്ചു പറഞ്ഞപ്പോൾ അവർ നല്ല സ്വീകരണം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവർ ചോദിച്ചു, വന്നതിൻ്റെ കാരണം എന്താണ്? ജുലൈബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖം മാറി, ഈ പിതാവിൻ്റെ മുഖം മാറി.
പക്ഷെ ആ മഹദി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭർത്താവാണെങ്കിൽ ഞാൻ എന്നെ ഈ ജുലൈബീമിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വിവാഹത്തെക്കുറിച്ച് എന്തെല്ലാം ആലോചനകൾ, എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു ആ സ്വഹാബികൾ. മദീനയിലെ രാത്രിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് അങ്ങേയറ്റത്തൊരു പേടി ഉള്ളിലുള്ളൊരു ദിവസമാണ്. പുറത്തെ ശത്രുക്കളായ ജൂതന്മാരിൽ നിന്നും ഉള്ളിലെ ശത്രുക്കളായ മുനാഫിക്കുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥത അനുഭവിക്കുന്നൊരു രാത്രിയാണ്. അപ്പോൾ റസൂലുള്ളാഹി വീട്ടിലിരുന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കെ ഒരടക്കം പറയുന്നുണ്ട്, ആയിഷ, ഇന്ന് ആരാണ് നമ്മുടെ വീട്ടിനൊരു കാവലിന് വരിക? റസൂലുള്ളാഹി അങ്ങനെ പറയണമെങ്കിൽ ആ രാത്രിയുടെ പ്രത്യേകത എന്തായിരിക്കും? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത് ഞാനല്ലാതെ വേറൊരാളും ലോകത്ത് കേട്ടിട്ടില്ല, ഞാനല്ലാതെ വേറൊരാളും കേട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭയമുള്ള പേടിയുള്ള രാത്രിയിൽ ആരാണ് എൻ്റെ വീടിനൊരു കാവൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആയുധങ്ങളുടെ ഒച്ച കേൾക്കുകയാണ്. ഒരാളിങ്ങനെ ദൂരത്തുനിന്ന് നടന്നു വരികയാണ്. ആയുധധാരിയായ ഏതോ ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന ശബ്ദം റസൂലുള്ളാഹിന്റെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ആരാണ്? ആ ശബ്ദം തിരിച്ചു മറുപടി കൊടുത്തു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി ചോദിച്ചു, സഅദേ, എന്താണ് ഈ രാത്രിയിൽ ആയുധം ധരിച്ച് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഈ രാത്രി താങ്കളെ തനിച്ചാക്കി ഉറങ്ങാൻ എനിക്ക് കഴിയണില്ല, താങ്കളെ തനിച്ചാക്കി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആയുധം ധരിച്ച് താങ്കൾക്ക് കാവൽ നിൽക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ്. ആ ശബ്ദം, റസൂലുള്ളാഹിയുടെ ആഗ്രഹം, മോഹം, പ്രവാചകൻ്റെ ആ വാക്ക് സഅദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കുക, പ്രവാചകൻ്റെ മനസ്സ് ഈ രാത്രി എന്തായിരിക്കുമെന്ന് വായിച്ചറിഞ്ഞിട്ട്, ഉള്ളറിഞ്ഞിട്ട് കാവൽ നിൽക്കാൻ വേണ്ടി വന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയ യുദ്ധമായിരുന്നല്ലോ ഉഹുദ് യുദ്ധം. 70ഓളം വരുന്ന ആളുകൾ മരണപ്പെട്ടു. 69 വ്യക്തികളെയും അവർ ചിത്രവധം നടത്തി, വെട്ടി വികൃതമാക്കി. ഒരു വ്യക്തിയുടെ ശരീരം മാത്രമാണ് അവർ വെറുതെ വിട്ടത്. അത് മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു ആണ്. എന്താ വിടാൻ കാരണം എന്നറിയോ? അദ്ദേഹത്തിന് മക്കക്കാരുമായി നല്ല കുടുംബ ബന്ധമുണ്ട്, നല്ല തറവാടിത്തമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം അവർ വെറുതെ വിട്ടു. അതല്ലാത്ത 69 ആളുകളെയും ശരീരം അവർ വെട്ടി വികൃതാക്കിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ നമ്മൾ വായിക്കുന്നത് സഹോദരങ്ങളെ, അദ്ദേഹം ഉഹുദ് തുടങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഈ ഉഹുദിൽ പങ്കെടുത്ത് ഷഹീദായാൽ എന്താണ് കിട്ടുകയെന്ന്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അനസേ, സ്വർഗം കിട്ടും. അവസാനം ഈ ശരീരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഒരു ശരീരം മാത്രം തിരിച്ചറിയുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു സഹോദരി, ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ അനസിൻ്റെ വിരലാണ്, ഇതെൻ്റെ അനസിൻ്റെ വിരലാണ് എന്നൊരു സഹോദരിക്ക് വന്ന് കണ്ടിട്ട് പറഞ്ഞു എന്നാണ്. ആ ചരിത്രം വായിക്കുന്ന കേൾക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു വിരലിൻ്റെ അറ്റം കണ്ടിട്ടാണ് തിരിച്ചറിയണത് ഇതെൻ്റെ അനസാണ്. അത്രയും വെട്ടി വികൃതാക്കിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആണ് വെട്ടേറ്റ് മരണത്തോട് മല്ലിടുന്ന സമയത്ത് സഅദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ പറയണത്, സഅദേ, റസൂലുള്ളാഹിനെ കണ്ട നീ പറയണം, യഹൂദിൻ്റെ താഴ്വാരത്തിൽ അനസ് സ്വർഗത്തിൻ്റെ പരിമണം മൂക്കിലടിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹിനെ കണ്ട പറയണമെന്നാണ്. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് ഉഹുദിൽ കാണാൻ കഴിയും. ആ സമയത്ത് സഹോദരങ്ങൾ, നമുക്ക് മാതൃകയുള്ള ചരിത്രമുണ്ട്, അതിൽ നമുക്ക് ചിന്തിക്കാനുള്ള ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കാൻ, ഹംസയുടെ ശരീരം വികൃതൻ. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് ചെയ്തത്? സങ്കടത്തിൻ്റെ കടുപ്പം കൊണ്ട് ചോദിച്ചതാണ്. അവർ പറഞ്ഞു, വഹ്ശിയാണ് നബിയെ. പ്രവാചകൻ്റെ മറുപടി ഉണ്ട്, വഹ്ശിയെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയണം. ഇതിനു പകരം ഞാൻ 40 ആളുകളെ കൊല്ലും. അള്ളാഹു തിരുത്തി കൊടുത്തു, 40 ആളുകളെ കൊല്ലാനുള്ള അവകാശം താങ്കൾക്കില്ല. ഒരാളെ പ്രതിക്രിയ നടത്താം, അതല്ല 40 ആളെ കൊല്ലാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹി അവിടെ നിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹിൻ്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത്. എന്താ കാഴ്ച എന്നറിയോ? മഹദിയായ സൊഫിയ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ് തൻ്റെ സഹോദരനെ അവസാന നിമിഷത്തിലൊന്ന് കാണാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാഴ്ച കണ്ണിൽ പെട്ടപ്പോൾ സൊഫിയ റളിയല്ലാഹു അൻഹ വരുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് സൊഫിയയുടെ മകൻ സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഉമ്മയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണം. കാരണം നിൻ്റെ ഉമ്മക്ക് കാണാൻ പറ്റിയ രൂപത്തിലല്ല ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം. രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണമെന്നാണ്. ഇത് കേട്ടിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് കാണാൻ പറ്റിയ രൂപത്തിലല്ല ഹംസ റളിയല്ലാഹുവിൻ്റെ ശരീരം രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്, ശരീരം വികൃതമാണ്, അതുകൊണ്ട് പോകരുത് ഉമ്മ എന്ന് പറഞ്ഞ് 2 കൈകൾ കൊണ്ടും തടസ്സം നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഉഹുദിലേക്ക് വരുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരൻ ഹംസ മരണപ്പെട്ടു, എൻ്റെ ഹംസ ഷഹീദായി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനമായി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ആ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് തിരിഞ്ഞോടുന്ന സമയത്ത് സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മാനോട് വിളിച്ചു പറഞ്ഞു, ഉമ്മ ഇതെൻ്റെ വാക്കല്ല, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉമ്മയോട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്നു. എന്നിട്ട് ചോദിക്കാണ്, പൊന്നുമോനെ സുബൈറെ, നീ നിൻ്റെ പ്രവാചകനോട് ഒരു അനുവാദം ചോദിക്കുമോ അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട ഹംസയെ ഒരു നോക്ക് കാണാനെന്നാണ്. എന്താ സഹോദരങ്ങൾ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുകയാണ് എന്നറിഞ്ഞിട്ടും ഇനി ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ചത്. നമുക്ക് കഴിയുമോ അങ്ങനെ? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ വികാരം, നമ്മുടെ വൈകാരിക അവസ്ഥ എന്തായിരിക്കും? അത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് അവർ വില കൊടുത്തു. മറ്റൊരു കാര്യം എന്താ അറിയോ? പരലോകത്തിനെ അവർ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ പ്രശ്നമായി അവർക്ക് കാണാൻ കഴിഞ്ഞു. നല്ല മൂർച്ചയേറിയ കാഴ്ചകളിലൂടെ അവർ സ്വർഗത്തെ കണ്ടു. പരലോകത്തിൻ്റെ കാഴ്ചകൾ അവർ ഭംഗിയായി കാണാൻ വേണ്ടി അവർ ജീവിതം ചെലവഴിച്ചു. അതുകൊണ്ട് സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അവർ സമ്പത്ത് കൊടുക്കാൻ തയ്യാറാണ്, ശരീരം കൊടുക്കാൻ പറഞ്ഞാൽ അവർ ശരീരം കൊടുക്കാൻ തയ്യാറാണ്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ച് പൂർത്തീകരിക്കാൻ കണ്ണുനീരോട് കൂടിയല്ലാതെ നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആരാണ് റൂമാ കിണർ വാങ്ങിച്ചു നൽകുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുത്തു. ആരാണ് ഈ മദീനത്തെ പള്ളി വലുതാക്കാൻ പണം കൊടുക്കുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പണം കൊടുത്തു. ആരാണ് ബഖീൽ ഗർഖദ് മദീനയിലെ ഖബർസ്ഥാൻ അത് വലുതാക്കാൻ വേണ്ടി പണം നൽകുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പണം ചെലവഴിച്ചു. അങ്ങനെ തബൂക്കിലേക്കുള്ളൊരു യുദ്ധം പോകാൻ അങ്ങേയറ്റത്തെ പട്ടിണിയും പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടി അതിലേക്കുള്ള സമ്പാദ്യം സ്വീകരിക്കുന്നൊരു സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, റസൂലേ 100 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം. റസൂലേ ഒന്നും ഉണ്ടില്ല. റസൂലേ 200 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മൗനം പാലിച്ചു. റസൂലെ 300 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം. അപ്പോൾ റസൂലുള്ളാഹി മുണ്ടിയില്ല. അദ്ദേഹം നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹം ഒരുപാട് സ്വർണം നാണയങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ കുതിരകളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ യുദ്ധത്തിലേക്ക് ഉള്ള എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ വകയായി പ്രവാചകന് സമർപ്പിക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ പ്രവാചകന് കൊണ്ടുവന്ന് കൊടുക്കുക. ചരിത്രം പറയുന്നത് എന്താ പറയുക? റസൂലുള്ളാഹി ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ആ നാണയങ്ങളിട്ട് കുട്ടികൾ പന്ത് തട്ടി കളിക്കും പോലെ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും അദ്ദേഹത്തിന് വിപത്തായ ഒരു തിന്മയായി അദ്ദേഹത്തിന് ബാധിക്കില്ല എന്നാണ്. അവിടെ തീർന്ന ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സംഭാവന ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന നാൾ, മദീന അങ്ങേയറ്റത്തൊരു പട്ടിണി, ഒരു വറുതിയിൽ പ്രയാസപ്പെടുന്ന സമയം ആളുകൾ പറഞ്ഞു, ഏതോ ഒരു കച്ചവടച്ചരക്ക് മദീനയെ ലക്ഷ്യമാക്കി കൊണ്ടുവരുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കച്ചവടച്ചരക്കാണ് മദീനയിലേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചത് ആരുടേതാണ്? അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മുന്നിൽ വന്നപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കച്ചവടച്ചരക്കാണ് മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൂരപ്രദേശത്ത് നിന്ന് കടന്നു വരുന്നത്. ഖലീഫ ചെല്ലാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക്. കൂടെ ആളുകൾ ഒരേ നിൽക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ, ജനങ്ങൾ പാപങ്ങളാണ്, ജനങ്ങൾ പട്ടിണിയിലാണ്,
ഈ മദീനയുടെ പ്രയാസം മാറാൻ താങ്കളുടെ കച്ചവടച്ചരക്ക് ഞങ്ങൾക്ക് താങ്കൾ തുച്ഛമായ ചെറിയ വിലക്ക് ഞങ്ങൾക്ക് നൽകണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, അതിന് 3 ഇരട്ടി വില പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് താങ്കൾക്ക് തുച്ഛമായ വിലക്ക് നൽകുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ, മദീനയിലെ കുട്ടികൾ കരയാൻ, അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടണമെങ്കിൽ താങ്കളൊന്ന് മനസ്സ് വെക്കണം. അതുകൊണ്ട് ഈ മദീനയുടെ പട്ടിണിയും പ്രയാസങ്ങളും മാറാൻ, പഴയ ആ നിർവൃതിയിലേക്ക് മദീന തിരിച്ചു വരാൻ താങ്കൾ ഈ കച്ചവടച്ചരക്ക് ഞങ്ങൾ ആലോചിച്ച് ഒരു തുച്ഛമായ വിലക്ക് നൽകണം എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, ഇതിന് 3 ഇരട്ടിയും 10 ഇരട്ടിയും വില പറഞ്ഞ ആളുകളുണ്ട് എന്നാണ്. പിന്നെ ഞാൻ എങ്ങനെ താങ്കൾക്ക് തുച്ഛമായ വിലക്ക് നൽകും? തല താഴ്ത്തി നിൽക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആളുകൾ ആലോചിക്കുകയാണ്, എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്? നേരെ അബൂബക്കർ സിദ്ദീഖ് അള്ളാൻ്റെ കൈ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറെ, ആ 3 ഇരട്ടിയും ആ 10 ഇരട്ടിയും പറഞ്ഞത് നമ്മുടെ റബ്ബല്ലേ? ആ റബ്ബ് പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ആ റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ അത് 3 ഇരട്ടിയാക്കി 10 ഇരട്ടിയാക്കി നൽകാമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ താങ്കളുടെ തുച്ഛമായ വില എന്തിനാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കച്ചവട ചരക്ക് ഒന്നും മോഹിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത മഹാനായ വ്യക്തിത്വമാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം ചെയ്തതൊന്നും അദ്ദേഹത്തിന് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൂടി നമ്മൾ വായിക്കണം. ചെയ്തതൊന്നും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. 83 വയസ്സ് പിന്നിട്ടപ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ മദീനത്തെ മിമ്പറിൽ നിന്ന് ഖവാരിജികൾ വലിച്ച് താഴെയിടുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് അവർ ഉപരോധിച്ചു. നമസ്കാരത്തിന് വേണ്ടി വരെ അദ്ദേഹത്തെ പുറത്തേക്ക് പറഞ്ഞയക്കില്ല. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ കേൾക്കെ ചോദിക്കുന്നുണ്ട്, പണ്ടെൻ്റെ പ്രവാചകൻ ഈ മദീന പള്ളി വലുതാക്കാൻ ആരാണ് പണം നൽകുക എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ പണം കൊടുത്ത് ആ പള്ളി വലുതാക്കി. ആ പള്ളിയിൽ പോലും ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എന്നെ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീൽ കൊടുക്കുന്നൊരു ചരിത്രമുണ്ട്. അരീസ് എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുബാ പള്ളിയുടെ പരിസരത്ത്. ആ കിണറിൻ്റെ ഒരു ചുറ്റുമതിലുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിൻ്റെ പരിസരത്തേക്ക് രാവിലെ ചെന്നു. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്നത്തെ അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന് ഖിദ്മത്ത് ചെയ്തെന്ന് കഴിച്ചു കൂട്ടുന്നതാണ്. ആ പ്രവാചകൻ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ പ്രവാചകൻ ഈ തോട്ടത്തിലുണ്ട്, ഈ അരീസ് കിണറിൻ്റെ അടുത്തുണ്ട് എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ചെന്നു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കിണറിലേക്ക് കാല് തൂക്കിയിട്ടിട്ട് അതിൻ്റെ അരമതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പ്രവാചകനുമായി സംസാരിച്ചിരിക്കുമ്പോൾ പ്രസ്തുത തോട്ടം ഒരു മതിൽക്കെട്ടിനുള്ളിലാണ്, അതിനൊരു വാതിലുണ്ട്. ആ വാതിലൊരു മുട്ട് കേട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ഇഫ്തഹ് ലഹുൽ ബാബ് വബശ്ശിറുഹു ബിൽ ജന്ന. അബൂ മൂസ, ആഗതന് കതക് തുറന്നു കൊടുക്കണം, സന്തോഷം സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ വേഗം ഓടിച്ചെന്നു. കതക് തുറന്നു കൊടുത്തപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകൻ്റെ അരികിൽ ആ കിണറിൻ്റെ പരിസരത്തേക്ക് വന്ന് ആ കിണറിലേക്ക് കാൽ തൂക്കിയിട്ടിട്ട് റസൂലുള്ളാഹിൻ്റെ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. കുറച്ച് കഴിഞ്ഞു വീണ്ടും ആ വാതിലൊരു മുട്ട് കേട്ടു. നോക്കുമ്പോൾ അബൂ മൂസയോട് ഇതേ വാചകങ്ങൾ റസൂലുള്ളാഹി ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ആഗതര് കതക് തുറന്നു കൊടുക്കണം, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. നോക്കുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടും കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ വന്നു, ഇടതുഭാഗത്തിരുന്നു, ആ കിണറിലേക്ക് കാൽ തൂക്കിയിട്ടുമുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മുട്ട് കേട്ടു. ആ മുട്ട് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഫ്തഹ് ലഹുൽ ബാബ് വബശ്ശിറുഹു ബിൽ ജന്ന അലാ ബൽഗൻ തുസീബുഹു. വലിയൊരു പരീക്ഷണം വരും. അബൂ മൂസ ആ മനുഷ്യനോട് പറയണം, ആ പരീക്ഷണം തരണം ചെയ്തിട്ടല്ലാതെ ആ വ്യക്തി ഒരിക്കലും സ്വർഗത്ത് പോകില്ല എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. കതക് തുറന്നു കൊടുത്തപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാൻ അബൂ മൂസ പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കും, ആ സന്തോഷം താങ്കൾക്കുണ്ട്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം കടന്നു വരും, ആ പരീക്ഷണം തരണം ചെയ്യാതെ താങ്കൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്നാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ വലതുഭാഗത്ത് അബൂബക്കറും ഇടതുഭാഗത്ത് ഉമർ ഇരിക്കാൻ, പ്രവാചകൻ്റെ ചാരത്തിരിക്കാൻ സ്ഥലം കിട്ടിയില്ല. ആ കിണറിൻ്റെ മറുഭാഗത്ത് ഇവർക്ക് അഭിമുഖമായിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു.
എന്നിട്ട് ഈ ചരിത്രം പിന്നീട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഓർക്കുന്നപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് കഴിഞ്ഞ ആ നാള് രാവിലെ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് തൻ്റെ ഉടുമുണ്ട് അദ്ദേഹം മുറുക്കിയെടുത്തു. കാരണം ഈ ഉമ്മത്തിൽ ഏറ്റവും ലജ്ജയുള്ള സ്വഹാബി അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുണ്ട് മുറുക്കിയെടുത്തെന്തിനാണെന്നറിയോ? തൻ്റെ വീട് 4 പുറം ശത്രുക്കൾ വളഞ്ഞു നിൽക്കുകയാണ്. കാരണം പ്രഭാതത്തിന് സ്വപ്നത്തിൽ മനാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അഫ്തിർ ഇന്ധനൽ ഗദ, നാളെ ഞങ്ങളുടെ കൂടെ ഫുത്തൂർ കഴിക്കാൻ താങ്കളും ഉണ്ടാകും. അഥവാ മരണത്തിലേക്കുള്ളൊരു വിളിയായി അദ്ദേഹം അത് മനസ്സിലാക്കി. ഇനി അടുത്ത നിമിഷത്തിൽ തൻ്റെ മരണം നടക്കുകയാണെങ്കിൽ, ആളുകൾ വന്ന് താങ്കൾ ആക്രമിക്കുകയാണെങ്കിൽ തൻ്റെ ഭൗതിക ശരീരത്തിൽ നഗ്നത വെളിവാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ തൻ്റെ ഉടുമുണ്ട് അദ്ദേഹം മുറുക്കിയെടുത്തു. എന്നിട്ട് കയ്യിൽ മുസ്ഹഫ് എടുത്ത് പാരായണം ചെയ്യുന്ന സമയത്താണ് ഈ ഖവാരിജികൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലൂടെയും അതുപോലെ തന്നെ വാതിൽ തകർത്തും ഉള്ളിലേക്ക് പ്രവേശിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വെട്ടിയത്. അദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ 2 വിരലുകൾ അവർ മുറിച്ചെടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിരൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ മുഫസ്സലായ സൂറകൾ എഴുതി വെച്ച വിരലുകളാണല്ലോ നിങ്ങൾ മുറിച്ചു കളഞ്ഞത് എന്നാണ്. കാരണം കാത്തിബുൽ വഹി ആയിരുന്നു, വഹി എഴുത്തുകാരനായിരുന്നു ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതൊന്നും കേൾക്കുന്ന പ്രകൃതമായിരുന്നില്ല ആ ശത്രുക്കൾക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തല അറുത്തിട്ട് അവർ മുസ്ഹഫിൽ വെച്ച് ചവിട്ടിയെന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രക്തം ആദ്യമായി തെറിക്കുന്നത് വരെ വിശുദ്ധ ഖുർആനിലേക്കാണ്. സൂറത്തുൽ ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാ, നിങ്ങൾക്കു പകരം അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു മതിയായവനല്ലേ എന്ന ആയത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രക്തം വരെ തെറിക്കുന്നത് എന്നാണ്. അങ്ങനെ ഭീകരമായ അന്തരീക്ഷം അവർ മദീനയിൽ സൃഷ്ടിച്ചു. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ തൻ്റെ ഭാര്യ നായില ബിൻതു ഫറാസിഫ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്നപ്പോൾ ആ ഭാര്യയുടെ കൈകൾ അവർ അറുത്തുമാറ്റിയിട്ട് ഭീകരമായ അന്തരീക്ഷം, അദ്ദേഹത്തിൻ്റെ മേനി മുറിഞ്ഞു, ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകത്തോടുന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തെ മറമാടാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ സ്വഹാബികൾ വന്നിട്ട് വേഗം കുഴിയെടുത്ത് ബഖീഇൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ജനാസ അവർ മറമാടി. ബഖീ ഖബർസ്ഥാനിൽ പോലും അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്ഥാനം കിട്ടിയില്ല. അന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പണ്ടെൻ്റെ ഉസ്മാനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിണറിൻ്റെ അടികിലേക്ക് വരുമ്പോൾ വലതുഭാഗത്ത് അബൂബക്കറും ഇടതുഭാഗത്ത് ഉമറും ഇരുന്നു. അന്ന് എൻ്റെ ഉസ്മാനിന് റസൂലുള്ളാഹിൻ്റെ അടുത്തിരിക്കാൻ അവിടെ സ്ഥലം കിട്ടിയില്ല. ഇന്നും ഞാനിതാ കാണുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ അബൂബക്കറും ഉമറും റസൂലുള്ളാഹിയും അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ എൻ്റെ ഉസ്മാൻ അവിടെ സ്ഥലം കിട്ടിയില്ല എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളെ മറമാടുന്ന ബഖീ ഖബർസ്ഥാനിൽ പോലും എൻ്റെ ഉസ്മാൻ ഒരു സ്ഥലം കിട്ടിയില്ലല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇന്ന് ബഖീ വലുതാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടമുള്ളത്. സഹോദരങ്ങൾ ആലോചിച്ചൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇത് മാത്രം മതി നമുക്കുള്ള ഊർജമായി, നമുക്കുള്ള ഉന്മേഷമായിക്കൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആരാൻ? അദ്ദേഹം ധീരനായ ഒരു സ്വഹാബിയാണെന്നൊക്കെ പറയും അല്ലേ. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങിൽ 2 ചാലുകൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്. ഇതിനധികം രാത്രി അദ്ദേഹം ഉറങ്ങാതെ കരയുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, ഉമർ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്നാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയണത്, പ്രവാചകൻ്റെ ഒരു ഹദീസ് ഞാൻ ആലോചിച്ചു പോയതാണ്. മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ എന്നാണ്. സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം കിട്ടലാണ് ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമെന്ന് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് കിട്ടുമോയെന്ന് പേടി കൊണ്ടാണ് ഞാൻ രാത്രി കരയുന്നത് എന്നാണ്. ഒരു ദിവസം മൺകട്ട കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ മൺകട്ട പോലെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം ഈ മൺകട്ടയ്ക്ക് നാളെ അള്ളാഹുവിൻ്റെ വിചാരണയോ ഹിസാബോ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന ചോദ്യങ്ങളോ ഒന്നും വരാനില്ല. പക്ഷെ ഉമറിന് ചോദ്യങ്ങൾ വരാനുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം നമ്മളൊന്ന് വായിക്കേണ്ട ചരിത്രമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം. അദ്ദേഹത്തിൻ്റെ ശരീരം വലിഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉള്ളിലേക്ക് പോയി എന്നാണ്. അദ്ദേഹം കറുത്തിരണ്ടു എന്നാണ്. അതുകൊണ്ടാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് മദീനയിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരു മണൽക്കൂന ഉണ്ടാക്കിയിട്ട് അതിൽ ചാരിക്കിടന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി ലഅഫതു ഖുവ്വതി വകബറതു സിന്നി, അള്ളാഹു എനിക്കേറെ പ്രായമെത്തിയിട്ടുണ്ട്, ആരോഗ്യമെല്ലാം ശയിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് മദീനയിൽ എന്നെ ഷഹീദാക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്.
അത്രത്തോളം ഭരണം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. ഒരിക്കലിങ്ങനെ ഉമ്മി കളയാത്ത ഗോതമ്പ് അദ്ദേഹം കുഴച്ചിട്ട് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഉമർ, ഈ ഉമ്മി കളയാത്ത റൊട്ടിയുടെ രുചി എന്തായിരിക്കും? താങ്കൾക്ക് ആ ഉമിയെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് നല്ല രുചിയോടുകൂടി കഴിച്ചൂടെ? അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ നല്ല ഭരണാധികാരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മോശം ഭരണാധികാരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മോശം ഭരണാധികാരിയുടെ പ്രത്യേകത, അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. ഞാൻ ആ കൂട്ടത്തിൽ പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഇതിൻ്റെ ഉമി പോലും ഞാൻ കളയാത്തത് എന്നാണ്. ഒരിക്കലും വടിയെടുത്തിട്ട് സ്വന്തം കാലിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ, കാലിൻ്റെ വിരലുകളിനെ സ്വന്തം അടിച്ചുകൊണ്ടിരിക്കാൻ ആളുകൾ ചോദിച്ചു, ഉമർ, എന്തിനാ സ്വന്തത്തെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയാണ്, അള്ളാഹു ഈ ഉമ്മത്തിൻ്റെ കാര്യം എന്നിലാണല്ലോ ഏൽപ്പിച്ചത് എന്ന പേടി കൊണ്ടാണ് സ്വഹാബികളെ എന്നാണ്. രാത്രി ഉറങ്ങാതെ നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഉമർ, ഒന്ന് രാത്രി ഉറങ്ങിക്കൂടെ? അപ്പോൾ ചോദിക്കാണ്, എൻ്റെ പ്രജകളുടെ കാര്യം ആരാണ് അന്വേഷിക്കുക? ഉമർ, താങ്കൾക്ക് പകലൊന്ന് ഉറങ്ങിക്കൂടെ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എൻ്റെ പ്രജകൾ വിഹരിക്കുന്ന സമയമാണ്, പുറത്തിറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് എൻ്റെ പ്രജകളുടെ കാര്യം ആരാണ് അന്വേഷിക്കുക എന്നാണ്. ഒരിക്കലും ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു വടിയും പിടിച്ച് ഖലീഫ ഓടാൻ. അപ്പോൾ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു. ആളുകൾ ചോദിച്ചു, ഉമർ എങ്ങോട്ടാണ് ഈ വടിയും പിടിച്ചു പോകുന്നത്? ബൈത്തുൽ മാലിൽ നിന്ന്, പൊതുസമ്പത്തിൽ നിന്ന് ഒരൊട്ടകത്തിൻ്റെ കുട്ടി വഴി തെറ്റിപ്പോയിട്ടുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടി പോകുകയാണെന്നാണ്. അതിന് ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പടച്ചോൻ്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന് ചിന്തിച്ച ഭരണാധികാരിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഈ രാത്രി നടത്തത്തിൽ ഒരു ആ നാട്ടുകാരല്ലാത്ത വന്ന് താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന്, ഒരു കുടിൽ നിന്ന് ഒരു കരച്ചിൽ ഉമർ കേൾക്കാൻ. കാര്യം അന്വേഷിച്ചു നോക്കുമ്പോൾ പ്രസവവേദന സഹിക്കാൻ കഴിയാതെ ഒരു പെണ്ണ് വേദന സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ ചെന്നു. അതിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ മദീന പട്ടണത്തിൻ്റെ അരികിൽ താമസിക്കുന്ന ഒരു പെണ്ണ് പ്രസവവേദന എടുത്ത് പ്രയാസപ്പെടുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്, നീ പോരുന്നോ സഹായിക്കാൻ എന്നാണ്. ആലോചിച്ച് നിങ്ങൾ, പ്രസവം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഖലീഫയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഇവർക്ക് വേണ്ട ഭക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ച് പാകം ചെയ്യാൻ. ആ മുന്നിൽ വെച്ചിട്ട് പാകം ചെയ്യുമ്പോൾ അവസാനം പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കയ്യിലെന്തി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരനോട്, സുഹൃത്തിനോട് പറയുക ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന്. എങ്ങനെ വിളിക്കണമെന്ന് പറയാം, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുമ്പോഴാണ് ഈ ഗ്രാമീണനായ ഈ വ്യക്തി അറിയുന്നത്, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമറാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ പ്രസവമെടുക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് തരുന്നതുമെന്ന് അവരാലോചിച്ചു പോകുകയാണ്, അന്താളിച്ചു പോകുകയാണ്, അത്ഭുതപ്പെട്ടു പോകുകയാണ്. അത്തരം ജാടകളില്ലാതെ പച്ചയായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. മരിക്കുന്ന നാളിൽ എന്താ അവസ്ഥ എന്നറിയോ? മരിക്കുന്ന നാളിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അവസ്ഥ, സഹോദരങ്ങളെ, ഫൈറൂസ് അബൂ ലുഅ്ലു എന്നും പറയുന്ന മജൂസി ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ടാണ് ഉമറിനെ കുത്തിയത്. അടിവയറ്റിലേക്കും അതുപോലെ തന്നെ പൊക്കിളിന് മുകളിലേക്കും നെഞ്ചിലേക്കും 3 കുത്തികൾ കുത്തി. ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയാതെ പിന്നിലുള്ള നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു മാറിയിരുന്നു. മറ്റൊരു സ്വഹാബി മുന്നിലേക്ക് വന്നു നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് ബോധം വന്നപ്പോൾ ചോദിക്കുന്നത്, നമസ്കാരത്തിൻ്റെ കാര്യം എന്തായി എന്നാണ്. അദ്ദേഹം നമസ്കാരം ഇരുന്ന് പൂർത്തീകരിച്ചിട്ട് അദ്ദേഹത്തെ ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വൈദ്യം വന്ന് പരിശോധിച്ചു. എന്നിട്ട് വൈദ്യന് പറയാൻ പേടിയുണ്ട്, ഉമറാണ്, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. വൈദ്യൻ വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ, താങ്കൾ പിൻഗാമിയെ കണ്ടെത്തിക്കൊള്ളുക, താങ്കൾ വസിയത്ത് കൊടുത്തുകൊള്ളുക, താങ്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചു കൊള്ളുക എന്നാണ്. അയ്യു ഷറാബിൻ അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാനീയം എന്താണ് എന്ന് ഉമറിനോട് ചോദിക്കാൻ. മുന്തിരിച്ചാറും പാലുമാണെന്ന് പറയുമ്പോൾ അത് കുടിക്കുമ്പോൾ കെട്ടിയ തുണിക്കുള്ളിലൂടെ ആ മുന്തിരിച്ചാറും പാലും പുറത്തേക്ക് വരികയാണ്. ആ വൈദ്യനതൊക്കെ പറഞ്ഞപ്പോൾ ഉമർ പറയുന്നുണ്ട്, ഇതല്ലാത്തതാണ് താങ്കൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ താങ്കളെ കളവാക്കുമായിരുന്നു. ഉമർ, ഈ രോഗം മാറും, ഈ പ്രയാസം മാറും, ഈ മുറി ഉണങ്ങും എന്നാണ് താങ്കൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ താങ്കളെ കളവാക്കുമായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഇത് എൻ്റെ അവസാനത്തെ നിമിഷങ്ങളാണ് എന്ന്. എന്നിട്ട് തൻ്റെ മുഖം എവിടെയെന്ന് അബ്ദുള്ളനോട് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞു, ഉപ്പ എൻ്റെ മടിത്തട്ടിലാണ്, എൻ്റെ തുടയിലാണ് ഉപ്പയുടെ മുഖം. ആ സമയത്ത് പറയണം, എന്നെ നീ ആ മണ്ണിലേക്കൊന്ന് ചേർത്തി കിടത്ത്, എൻ്റെ മുഖത്തെ ഒന്ന് നീ നിലത്ത് വെക്ക്. ഈ ഉമറിൻ്റെ വേദന കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്നോടൊരു കാരുണ്യം തോന്നട്ടെ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്.
എന്നിട്ട് മകനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് അറിയും, മോനെ നീ ആയിഷ ബിയുടെ അടുക്കിലേക്ക് ചെല്ലണം, എന്നിട്ട് ഉമ്മയോട് ചോദിക്കണം അവിടെ കിടക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കണം. ദുനിയാവിലെ എൻ്റെ കൂട്ടുകാരാണ് അബൂബക്കറും എൻ്റെ റസൂലുള്ളാഹിയും, അവിടെ കൂടെ നാളെ ആ വീട്ടിൽ കിടക്കാനുള്ള സ്ഥലം എനിക്കുണ്ടോ എന്ന് നീ ചോദിക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ എന്ന് നീ പറയരുത്, ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്ന് നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ ഒന്നും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല എന്നാണ്. മഹാനായ അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കാൻ. ആയിഷ ബി പറഞ്ഞു, എനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമായിരുന്നു, പക്ഷെ ഉമറിന് വേണ്ടി ഞാൻ നൽകാം. കാരണം റസൂലുള്ളാഹിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഉമറിനെ എന്നാണ്. റസൂലുള്ളാഹി പല ആവർത്തി പറയും, അന വ ഉമർ വ അബൂബക്കർ, ഞാനും എൻ്റെ ഉമറും എൻ്റെ അബൂബക്കറും അത്രത്തോളം റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ സന്തോഷ വാർത്തയുമായി അബ്ദുള്ള തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മോനെ എന്താണ് ഉമ്മ പറഞ്ഞത് എന്നാണ്. ഉമ്മ താങ്കൾക്ക് അനുവദിച്ചിട്ടുണ്ട്, സമ്മതം അരുളിയിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറയുന്നുണ്ട്, എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോഴും നീ ചോദിക്കണം, എൻ്റെ റൂഹ് പിരിഞ്ഞാൽ ഉക്കാല ചന്തയിൽ ജനിച്ചു വളർന്ന ആ ഖത്വാബിൻ്റെ മകൻ ഉമറായി ഞാൻ മാറും. അതുകൊണ്ട് ആ ഉമറിനാണ് അവിടെ സ്ഥലം വേണ്ടത്. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ നീ വീണ്ടും അനുവാദം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. മരണത്തിൻ്റെ രംഗങ്ങളിൽ പലരും ഉമറിനെ കാണാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഉമറിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉമർ താങ്കൾ എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത്, താങ്കൾ എന്തിനാ ഇങ്ങനെ നൊമ്പരപ്പെടുന്നത്? കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി വ്യക്തമായി അറിയാം. ചെറുപ്രായത്തിൽ പ്രവാചകൻ്റെ കൂടെ കൂടിയിട്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തുമെല്ലാം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് ഉമറിനോട് പറഞ്ഞു, ഉമർ താങ്കൾ സന്തോഷിച്ചോളൂ, താങ്കൾ എന്തിനാ പേടിക്കണത് എന്നാണ്. റസൂലുള്ളാഹിയുടെ തിരുനാവ് കൊണ്ട് എത്ര തവണയാണ് താങ്കൾക്ക് സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ അന്നലി മിൽ അൽ-അർളി ദഹബ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാ ഖബ്ല മൻ അറാ. അല്ലാഹു തന്നെയാണ് സത്യം, ഈ ഭൂലോകം നിറയെ എനിക്ക് സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാ ഖബ്ല മൻ അറാ, അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്യുമായിരുന്നു. അല്ലാഹുവിൻ്റെ ശിക്ഷ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതിൻ്റെ മുന്നേ എന്നാണ്. എനിക്കുറപ്പാണ് അല്ലാഹു ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണുന്നതിൻ്റെ മുന്നേ ഈ ഭൂലോകം നിറയെ സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ ഞാൻ ദാനം ചെയ്യുമായിരുന്നു എന്നാണ് അവസാന നിമിഷത്തിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ജീവിതകാലത്ത് എത്ര തവണ സ്വർഗം കേട്ടു അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ മദീനത്തെ മിമ്പറിൽ നിന്ന് ബൈന അന നായിമുൻ റഅയ്തുൽ ജന്ന, സ്വഹാബത്തെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ സ്വർഗം ഞാൻ കണ്ടു സ്വഹാബികളെ. ആ സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരവും ഞാൻ കണ്ടു. ആ കൊട്ടാരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി ആ കൊട്ടാരത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ. ഞാൻ എൻ്റെ കാലുകൾ മുന്നിലേക്ക് വെച്ച് നടന്നു നീങ്ങുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വുളു ചെയ്യുന്ന പെൺകുട്ടികളോട് ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് ഈ മനോഹരമായ കൊട്ടാരമെന്ന്? എന്നോട് പറയപ്പെട്ടത് ഖത്വാബിൻ്റെ മകൻ ഉമറിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഉന്നതമായ കൊട്ടാരമാണ്. സ്വഹാബത്തെ ഉമറിന് വേണ്ടി എന്ന് കേട്ടപ്പോൾ എൻ്റെ മുന്നിലേക്ക് വെച്ച കാലുകളെ ഞാൻ പിറകിലേക്ക് വലിച്ചു. ഉമർ അറിയാതെ, ഉമറിൻ്റെ അനുവാദമില്ലാതെ ഉമറിൻ്റെ കൊട്ടാരത്തിൽ ഞാൻ പ്രവേശിച്ചാൽ ഉമർ എന്നോട് കോപിക്കുമോ എന്ന് ഞാൻ പേടിച്ചു സ്വഹാബികളെ. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ഒരുമിച്ചിരിക്കുന്ന സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ആ സദസ്സിൽ നിന്ന് കേട്ടിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചില്ലേ, അലൈക അആറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ എൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചാൽ ഞാൻ താങ്കളോട് കോപിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് കരഞ്ഞ ഉമറാണ്. പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് സ്വർഗം മാത്രമല്ല, ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് വരെ കേട്ടു അല്ലേ? ജീവിതകാലത്ത് ഭരണം നടത്തുമ്പോൾ ഒരു കുടുംബം ഉമറിൻ്റെ മുന്നിലേക്ക് തന്നെ പരാതിയുമായി വന്നു. എന്താ പരാതി എന്നറിയോ? യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സുബുനയ്യാതി വ ഉമ്മഹുന്ന
വകുല്ലനാ ഫി സമാനി ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന. കാലത്തിന്റെ വിപത്തിൽപ്പെട്ട് സമ്പത്തെല്ലാം നശിച്ചുപോയി ഉമറേ, വീടും പുരയിടവും തകർന്നു പോയി ഉമറേ, ഞങ്ങൾക്ക് വസ്ത്രമില്ല, പാർപ്പിടമില്ല, ഭക്ഷിക്കാനുള്ള വകയില്ല, അതുകൊണ്ട് എന്തെങ്കിലും നൽകി സഹായിക്കണം ഉമറേ. ഉമർ ചോദിച്ചു, ഞാനൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലോ, നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബം പറഞ്ഞു, ഉമറേ, ഞങ്ങൾ മടങ്ങിപ്പോകുന്നതാണ്, ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്, മൽപിടുത്തത്തിലൂടെ വാങ്ങിച്ചെടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ദുർബലരാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും ഉമറേ. ഉമർ ചോദിച്ചു, നിങ്ങൾ മടങ്ങിപ്പോയാൽ എന്താണ് ചെയ്യുക? ആ കുടുംബം മറുപടി പറഞ്ഞു, ഉമറേ, അള്ളാഹുവിൻ്റെ പരലോകത്ത് ഞങ്ങൾ തിരിച്ചു വരും. ഒരു മനുഷ്യന്റെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ ഒരുപോലെ വിചാരണക്കെടുക്കുന്ന പരലോകത്തിൻ്റെ നാളിൽ ഞങ്ങൾ തിരിച്ചു വന്ന് അള്ളാഹുവിനോട് പരാതി പറയും. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമറിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കൊരു വസ്ത്രം പോലും തന്നിട്ടില്ല, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മധ്യത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കാണാമെന്ന് പറഞ്ഞപ്പോൾ ഫബക്കാ ഉമർ സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോൾ, നരകമുണ്ട് എന്ന് കേട്ടപ്പോൾ, പരലോകത്ത് പരാതി പറയുമെന്ന് കേട്ടപ്പോൾ ഇട്ട യുദ്ധക്കുപ്പായം സ്വന്തം മകന്റെ കയ്യിൽ അടിച്ചു കൊടുത്ത് ഉമർ പറയുന്നുണ്ട്, മോനെ അബ്ദുള്ള, ആ കുടുംബത്തിനോട് നീ പറയണം, ഉമറിൻ്റെ കയ്യിൽ മറ്റൊന്നും വേറെ ഇല്ലാത്തത് കൊണ്ടാണ്. താടി രോമങ്ങൾ നനയുമാറ് കരഞ്ഞിട്ട് ഇട്ട യുദ്ധക്കുപ്പായം സ്വന്തം മകൻ്റെ കയ്യിൽ അദ്ദേഹം അടിച്ചു കൊടുക്കാൻ. ഇനി സഹോദരങ്ങൾ, നമ്മളെക്കുറിച്ച് ആലോചിച്ചൊക്കെ നമുക്കെന്താണ് ഉറപ്പുള്ളത്? നമ്മുടെ കർമ്മങ്ങൾ തന്നെ സ്വീകരിച്ചു എന്ന എന്ത് ഉറപ്പില്ല നമ്മളൊക്കെ ജീവിക്കുന്നത്? എന്നാൽ സ്വർഗം ഉറപ്പായിട്ട് പോലും അവർ പേടിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. ഇനി ഓരോ സ്വഹാബികൾ, ഇപ്പോൾ സ്വർഗത്തിൽ 2 ചിറകുകളുമായി പറക്കുന്നൊരു വ്യക്തിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ത്വായിറത്തുൽ ജന്ന എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സ്വർഗത്തിൽ പറക്കാണ്, മലക്കുകളുടെ കൂടെ പറന്നടക്കാൻ. അതിന് കാരണം എന്താ അറിയോ? അദ്ദേഹം ആദ്യം ഹിജ്റ പോയത് അബിസീനിയയിലേക്കാണ്. അബിസീനിയയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു മദീനയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറെ സാദൃശ്യമുള്ള, സാമ്യതയുള്ള, സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ സ്വഭാവത്തിൻ്റെ വിഷയത്തിലും പ്രവാചകനുമായി സാദൃശ്യമുള്ള സ്വഹാബിയാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നജാഷ് അടുക്കിലേക്ക് ഹിജ്റ പോയിട്ട് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി മദീനയിൽ ഇരിക്കുമ്പോൾ 2 വാർത്ത കേട്ടു. ഒരു ഭാഗത്തിലൂടെ ഖൈബർ യുദ്ധം വിജയിച്ച് അലി റളിയല്ലാഹു അൻഹു സംഘവും മദീനയെ ലക്ഷ്യമാക്കി കൊണ്ടുവരുന്നുണ്ട്. മറുഭാഗത്തിലൂടെ ജാഫറും സംഘവും മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ ചുണ്ടുകളിൽ അന്ന് പുഞ്ചിരി വിടരുമ്പോൾ സ്വഹാബികൾ അന്വേഷിച്ചു, റസൂലേ എന്താണ്? റസൂലുള്ളാഹി പറയാണ്, എൻ്റെ അലിയിൻ്റെ വരവാണോ, എൻ്റെ ജാഫറിൻ്റെ വരവാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കിയത് എന്ന് പറയാനാകുന്നില്ല എന്നാണ്. അത്രത്തോളം റസൂലുള്ളാഹി സ്നേഹിച്ചൊരു വ്യക്തിത്വമായിരുന്നു ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കാലമങ്ങ് കഴിഞ്ഞിട്ട് മുഅത്ത യുദ്ധത്തിൻ്റെ സമയമായി. ആ മുഅത്ത യുദ്ധത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി ഇസ്ലാമിൻ്റെ പതാക കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഈ പതാക ഞാൻ കൊടുക്കുന്നത് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനാണ്. 2ാമത്തെ വ്യക്തി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാൻ. 3ാമത്തെ വ്യക്തി അബ്ദുല്ലാഹിബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാൻ. ഈ 3 ആളുകളുടെയും പേര് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. എന്നൊരു പ്രവാചകൻ പറഞ്ഞെന്തറിയോ? മുഅത്ത യുദ്ധത്തിൽ 1ാമത്തെ നേതാവ് സെയ്ദ് ബിൻ ഹാരിസക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 2ാമതായി ജാഫർ പതാക ഏറ്റെടുക്കണം. ജാഫറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അബ്ദുള്ള പതാക ഏറ്റെടുക്കണം. ഇതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും 10,000-കണക്കിന് വരുന്ന ശത്രുക്കളുമായി പോരാടാൻ പോകുന്ന സൈന്യത്തിൻ്റെ നായകനോട് ഈ യുദ്ധത്തിൽ നിനക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ സ്വന്തം മരണമാണ് എന്ന് സ്വഹാബികൾ തിരിച്ചറിഞ്ഞു. ഒരു മൂലയിൽ നിന്ന് ഒരു സ്വഹാബി ഓടി വന്നിട്ട് റസൂലിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, റസൂലേ, സെയ്ദിന് മുന്നേ എന്നെ നേതാവാക്കണം. ആ ശബ്ദം ആരുടേതാണ്? ജാഫർ റളിയല്ലാഹു അൻഹുവാൻ. സെയ്ദിന് മുന്നേ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം, സ്വർഗം അദ്ദേഹം കൊതിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ജാഫർ, സമയമായിട്ടില്ല, താങ്കൾ 2ാമത്തെ നേതാവാണ്. ആ ഇസ്ലാമിൻ്റെ പതാക കൈകളിൽ കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക്, വ ഇൻ ഖുതില സെയ്ദുൻ, സെയ്ദ് കൊല്ലപ്പെട്ടാൽ. ആ പ്രയോഗം തന്നെ റസൂലുള്ളാഹി നടത്തി. മരണത്തിൻ്റെ ഡേറ്റ് കയ്യിലേക്ക് എഴുതി വാങ്ങിപ്പോകും പോലെ, അല്ലേ? മരണത്തിൻ്റെ ഡേറ്റ്, തീയതി കയ്യിൽ എഴുതി വാങ്ങിപ്പോകും പോലെ അവർ പുറപ്പെട്ടു. സന്തോഷത്തിനല്ല, ആഹ്ലാദത്തിനല്ല, ആഘോഷങ്ങൾക്കല്ല. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ മരണം ഉറപ്പിച്ച സ്വഹാബത്ത് ഇറങ്ങി പുറപ്പെടാൻ. പ്രവാചകനും ഒരു പറ്റം സ്വഹാബികളും
മദീനത്തെ മിമ്പറിലുണ്ട്, മദീനത്തെ പള്ളിയിലുണ്ട്. റസൂലുള്ളാഹി മിമ്പറിൽ കയറിയിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തത്സമയം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഇസത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു, 2 സംഘങ്ങളും എത്തി. എന്നെ സെയ്ദ് പതാക ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് പോരാടാൻ കഴിയാതെ ശത്രുക്കൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് സെയ്ദ് റളിയല്ലാഹുവിൻ്റെ കാര്യങ്ങൾ റസൂലുള്ളാഹി വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജാഫർ പതാക ഏറ്റെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രനാണ് ജാഫർ റളിയല്ലാഹു അൻഹു. എൻ്റെ ജാഫർ പതാക ഏറ്റെടുത്ത് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാളക്കൂറ്റന്മാരെ പോലെ ശത്രു സംഘം പാഞ്ഞു വന്ന് ജാഫറിൻ്റെ വലത് കൈ അവർ മുറിച്ചു കളഞ്ഞത്. ഇടത് കൈയിലേക്ക് പതാക ചേർത്ത് പിടിച്ചപ്പോൾ ആ ഇടത് കൈയും അദ്ദേഹം ശത്രുക്കൾ മുറിച്ചു കളഞ്ഞു. അദ്ദേഹം നെഞ്ചിലേക്ക് വെച്ചു, കഴുത്തിൽ കുത്തി. ആ ചങ്കിൽ കുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിച്ചു. അലി റളിയല്ലാഹു അൻഹു മറ്റും പറയുന്നുണ്ട്, ജാഫർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ യുദ്ധത്തിൽ കണ്ടിരുന്നു. യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോൾ 55ഓളം വരുന്ന മുറിവുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്തായിരുന്നു എന്നാണ്. ഇതൊക്കെ സഹിച്ചിട്ടും ഏറ്റുവാങ്ങിയിട്ടും ഒരിക്കലും അദ്ദേഹം പുറകിലേക്ക് നിന്നില്ല. സ്വർഗം കണ്ണിൽ കണ്ടു. ജാഫർ റളിയല്ലാഹുവിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു റവാഹ പതാക ഏറ്റെടുത്തു, എൻ്റെ അബ്ദുല്ലാഹി മരണപ്പെട്ടു. സാബിത്ത് റളിയല്ലാഹു പതാക ഏറ്റെടുക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു വന്നിട്ട് ആ പതാക ഏറ്റെടുത്ത് യുദ്ധം നയിച്ചു. അങ്ങനെ മുഅത്ത യുദ്ധത്തിൽ വിജയിച്ചു. ഖാലിദ് റളിയല്ലാഹു പറയുന്നുണ്ട്, എനിക്ക് 9 വാളുകളുണ്ടായിരുന്നു മുഅത്തയിലേക്ക് പോകുമ്പോൾ. അതിൽ 8 വാളുകളും മുറിഞ്ഞുപോയി. ഞാൻ യമനിൽ നിന്ന് വാങ്ങിയ ഒരു വാളാണ് ബാക്കിയായത് എന്ന് മുഅത്ത യുദ്ധത്തെക്കുറിച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു പിൻകാലത്ത് പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്ത് ഇവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോകുന്നത് ജാഫർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ്. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം വീടിൻ്റെ അവസ്ഥ. കാരണം പറക്കമുറ്റാത്ത ചെറിയ മക്കളുണ്ട്, വിധവയാകുന്നൊരു ഭാര്യയുണ്ട്. ആ മക്കളെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉപ്പ നഷ്ടപ്പെട്ടതറിയാതെ വീടിൻ്റെ മുറ്റത്ത് ആ മക്കൾ കളിച്ചുകൊണ്ടിരിക്കാൻ റസൂലുള്ളാഹി ഓടി ചെന്നിട്ട് ആ കുട്ടികളെ വാരിയെടുത്ത് ആ കുട്ടികളെ തുരുതുരാ ചുംബിച്ചു. ആ മക്കൾക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ഭാര്യ പുറത്തേക്ക് വന്നൊരു ചോദിക്കാൻ, റസൂലേ, എൻ്റെ ജാഫർ എവിടെ? എൻ്റെ ജാഫർ എവിടെ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ? എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു? താങ്കളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട എൻ്റെ ഭർത്താവിന് എന്താ റസൂലെ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതുമ്പുന്ന ചുണ്ടുകളുമായി പറഞ്ഞു, പെണ്ണേ, നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശിയായിട്ടുണ്ട്. മുഅത്തയിലേക്ക് വിരൽ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ 2 കരങ്ങളും മുറിക്കപ്പെട്ടിട്ടുണ്ട്, അറ്റുപോയിട്ടുണ്ട്. ആ മുറിക്കപ്പെട്ട 2 കരങ്ങൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തത്തിൽ കുളിച്ച 2 സ്വർണത്തിൻ്റെ ചിറകുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ആ ചിറകുകളുമായി മലക്കുകളുടെ കൂട്ടത്തിൽ അങ്ങ് പാറിപ്പറന്ന് നടക്കുന്ന ജാഫറിനെ ഞാനിന്ന് കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ കൂടെ പാറിപ്പറന്ന് നടക്കുകയാണ് ജാഫർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലെ 1ാമത്തെ സ്വഫുങ്ങൾ എടുത്തു നോക്കി. അതിൽ കണ്ണ് കാണാത്ത മനുഷ്യന്മാരുണ്ട്, കൈയറ്റുപോയവരുണ്ട്, വെച്ച് കെട്ടിയ മുറിവുള്ളവരുണ്ട്. എന്തെല്ലാം ത്യാഗങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സഹിക്കേണ്ടി വന്നു. സ്വന്തം വീട് വിട്ടിട്ട് അബൂ ദർദ റളിയല്ലാഹു അൻഹു വീട് ഒഴിവാക്കി. എന്തേ കാരണം എന്നറിയോ? ഒരു യത്തീം കുട്ടി ഉണ്ടായിരുന്നു. ആ യത്തീം കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഈത്തപ്പന മരം വാങ്ങിച്ചു കൊടുക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്തു. അദ്ദേഹം നേരെ ചെന്നു ആ ജൂതൻ്റെ അടുക്കിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ഈത്തപ്പന മരം എനിക്ക് നൽകണം. എന്നെ 600 ചില്ലാനം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന കുലകളുള്ള ആ തോട്ടം ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീടും തോട്ടവും ഒഴിവാക്കിയിട്ട് ഒരു ഈത്തപ്പന മരം വാങ്ങിയിട്ട് റസൂലിൻ്റെ മുന്നിലേക്ക് വന്നു. റസൂലിനെ ചോദിക്കണം, എന്താ റസൂലേ, ഇനി പറ, എനിക്ക് സ്വർഗത്തിൽ ഈത്തപ്പന മരങ്ങളുണ്ടോ, തോട്ടമുണ്ടോ എന്നാൽ. ഉഹദിൽ അദ്ദേഹം മരിച്ചു. റസൂൽ അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ ദർദ, എത്ര നല്ല കച്ചവടം നടത്തിയിട്ടാണ് നീ പോയത്. നിൻ്റെ സ്വർഗത്തിലെ ഈത്തപ്പന മരങ്ങൾ ഇതാ ഞാൻ ഇന്ന് നോക്കിക്കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സ്വന്തം ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ, ശരീരം കൊടുക്കാൻ, രക്തം കൊടുക്കാൻ, ജീവൻ കൊടുക്കാൻ, സമ്പത്ത് കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത്. അതുകൊണ്ട് അവിടെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെന്താണ് ഈ ദീനിൻ്റെ മാർഗത്തിൽ സഹിച്ചത്? ഒരു യുദ്ധത്തിൽ സ്വഹാബിയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞു.
അത് മുറിഞ്ഞിട്ട് ഇങ്ങനെ അറ്റു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നിയന്ത്രണത്തിൽ ആ കയ്യിനെ കിട്ടുന്നില്ല. അദ്ദേഹം മറുകൈയിൽ വാളെടുത്തിട്ട് പോരാടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആടിക്കളിക്കുന്നത് ഒരു തടസ്സമായി. ഇതിങ്ങനെ സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ ഇതിങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്നത് ഇതൊരു തടസ്സമായി മാറിയപ്പോൾ ആ വാളവിടെ വെച്ച് ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, തൻ്റെ തുടയുടെ ഇടയിലേക്ക് വെച്ചു. എന്നിട്ട് ആ തുട കൂട്ടിപ്പിടിച്ചിട്ട് ആ കൈ അങ്ങോട്ട് പറിച്ചു മാറ്റി. നമ്മളെപ്പോലെ രക്തമുള്ള, മജ്ജയുള്ള, മാംസമുള്ള, വേദനയുള്ള, കണ്ണുനീരുള്ള പച്ചയായ മനുഷ്യനാണ്. എന്നിട്ട് മറുകൈ കൊണ്ട് അവർ യുദ്ധം ചെയ്തു എന്നാണ്. സെയ്ദ് ബിൻ ദസിൻ റളിയല്ലാഹു അൻഹുവിനെ തനഈം കുന്നിലേക്ക് കയറ്റാൻ, കുരിശിൽ തറക്കുമെന്ന് പറയാൻ, ശരീരത്തിൽ നിന്ന് ഓരോ മാംസങ്ങൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴെങ്കിലും മാറാൻ തയ്യാറുണ്ടെന്നാണ്. മാംസം മുറിച്ചെടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് രക്തമൊലിക്കുന്ന മാംസം കണ്ടിട്ട് പോലും ഒരു നിലക്കും പതറാത്ത ആളുകൾ. എന്തേ കാരണം? സ്വർഗം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ മുന്നോട്ട് പോയി. ഇനി സഹോദരങ്ങളെ, ഇവിധം നമ്മൾ പറയുകയാണെങ്കിൽ സ്വഹാബികളുടെ ചരിത്രം ഒരിക്കലും തീരില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, അവർക്കെല്ലാവർക്കും നല്ലതുണ്ട് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ആ സ്വഹാബികളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ വായിക്കണം. അവരുടെ ചരിത്രങ്ങൾ വായിക്കുന്ന, പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറി അതിന് ഗുണപാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഏതാനും ചില ചരിത്രങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയി എന്ന് മാത്രം. ധാരാളമായി നമുക്ക് ഓൺലൈൻ മീഡിയകളിലൂടെ ഇത്തരം ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്വഹാബികളുടെ ചരിത്രം, ഖുലഫാ റാഷിദീങ്ങളുടെ ചരിത്രം, ഇതൊക്കെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴുമാണ് നമ്മളെവിടെ എത്തി നിൽക്കുന്നു, നമുക്കെന്താണ് ഇനി സഞ്ചരിക്കാനുള്ള വഴികൾ എന്ന് നമുക്ക് ബോധ്യപ്പെടാം. മരണപ്പെടുമ്പോൾ പോലും പല ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കിനി യാത്ര ചെയ്യാനുണ്ട് എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ, ഞങ്ങൾക്കിനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ മരണം കോളറ ബാധിച്ചുകൊണ്ടാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ട് പറഞ്ഞയച്ചാണ് യമനിലേക്ക്. എന്നിട്ട് അദ്ദേഹം കോളറ ബാധിച്ച് മരണപ്പെടാൻ പോകുന്ന നിമിഷത്തിൽ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഉൻദുറു ഹൽ അസ്ബഹ സ്വബാഹ്, നേരം വെളുത്തോ എന്ന് നിങ്ങൾ നോക്ക്. സ്വഹാബിയാണ്, സ്വർഗാവകാശിയാണ്, എന്നിട്ടും പേടിയാണ്, നേരം വെളുത്തോ എന്ന് നോക്ക്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കണം എന്തറിയോ, അഊദു ബില്ലാഹി മിൻ ലൈലത്തി സ്വബാഹിഹാ മിനന്നാർ, ഈ രാത്രി പ്രഭാതത്തിന് വേണ്ടി വഴിമാറുമ്പോൾ ഞാൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എങ്ങാനും ഞാൻ നരകത്തിലേക്കാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു, രക്ഷ തേടുന്നു എന്നാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മരണവേള ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത് നിൽക്കുന്നുണ്ട്. അതന്നെ ഒരു വിഷയമാണ്, സ്വഹാബികളുടെ മരണവേള. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത് നിൽക്കാൻ മോളോട് ചോദിക്കണം, മോളെ ഇന്ന് ഏതാണ് ദിവസം? തിങ്കളാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് ദിവസമാണ് മോളെ വഫാത്തായത്? അള്ളാഹുവിൻ്റെ റസൂലും തിങ്കളാഴ്ച ദിവസമാണ് വഫാത്തായത്. എങ്കിൽ ഇന്നാണ് എനിക്കെൻ്റെ റബ്ബുമായി ചേരാനുള്ള ദിവസമെന്ന് പറയാൻ. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഏത് കഫൻ പുടവിലാണ് പൊതിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, യമനിൽ നിന്ന് കൊണ്ടുവന്ന 3 കഷ്ണം തുണിയിലാണ് റസൂലുള്ളാഹിനെ പൊതിഞ്ഞത്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 കഷ്ണം തുണി എടുത്ത് കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, മോളെ ഇത് 2 തുണിയേ ഉള്ളൂ, ഒരു തുണി കൂടി ചേർത്ത് വെക്കണം. ഇതിൽ തന്നെ കുങ്കുമത്തിൻ്റെ നിറം കലർന്നിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കണം എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചുപ്പാ, ഞാൻ നല്ലൊരു പുതിയ വസ്ത്രം വാങ്ങട്ടെ, നല്ലൊരു കഫൻ പുട വാങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, മോളെ എന്തിനാണ് മരണപ്പെടുന്നവർക്ക് പുതിയ കഫൻ പുടവ, പുതിയ തുണിത്തരങ്ങൾ അവർക്ക് എന്തിനാണ്? അത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ ആവശ്യമുള്ളത് എന്ന് പറയാൻ. എന്നിട്ട് ഉപ്പയുടെ ഇങ്ങനെ പ്രയാസം മുഖത്ത് കാണുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ മകള് ആശ്വസിപ്പിക്കാൻ, ഉപ്പ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളുണ്ടല്ലോ, ആ 8 കവാടത്തിലെയും ഉപ്പയെ സ്വാഗതം ചെയ്യുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ സന്തോഷത്തോടു കൂടി ഈ ലോകത്തോടൊന്ന് വിട പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മോളെ നീ എന്നോട് ഇപ്പോൾ അതല്ല പറയേണ്ടത്, നീ എന്നോട് പറയേണ്ട വാചകം വജാഅത്ത് സക്കറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, മരണത്തിൻ്റെ വെപ്രാളം, മരണവെപ്രാളം അതാ യാഥാർത്ഥ്യവും കൊണ്ട് വന്നിരിക്കുന്നു, ഓടി ഒളിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് നീ എന്നോടിപ്പോൾ പറയേണ്ടത്. അതുകൊണ്ട് ഉപ്പയുടെ മരണത്തെക്കുറിച്ചാണ് നീ ഓർമ്മപ്പെടുത്തേണ്ടത്, ആ വെപ്രാളം വന്നു എന്നാണ് എന്നെ ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് മകളെ തിരുത്തി കൊടുക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവിധം സഹോദരങ്ങളെ വിശാലമായി കിടക്കുന്നൊരു വിഷയമാണ്, പഠിക്കണം, വായിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മയെല്ലാം സാക്ഷിയാക്കുമാറാകട്ടെ. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ അല്ലാഹു നാളെ സ്വർഗത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നമ്മുടെ ജാമിയുടെ പിരിവ് നമുക്ക് എല്ലാവർക്കും അറിയാം.
ജാമ്യനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇരിക്കുന്ന ആരോടുമില്ല. നമ്മുടെ സഹായങ്ങൾ കൊണ്ടാണ് അൽഹംദുലില്ലാ അത് ഇതുവരെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു വിഹിതം ഈ റമദാനിൽ നമ്മളെ ഏൽപ്പിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സക്കാത്ത്, അതിൻ്റെ സെല്ല് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുതാര്യമായി കൊണ്ട്, അതുകൊണ്ട് എല്ലാവരും സക്കാത്തിൻ്റെ ഓഹരി കഴിയുന്നവർ ആ വിഷയത്തിൽ നമ്മുടെ ഭാരവാഹികളെ ഏൽപ്പിക്കണം, അവരുമായി ബന്ധപ്പെടണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്നും വഴിമാറ്റുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ, സിറിയയിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ രണ്ട് ലോകത്തും പകരം കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.